അയ്യോ സോറി ആന്റി. എവിടെയെങ്കിലും പുറത്തു പോകാൻ ഇറങ്ങുമ്പോ തിരിച്ചു വിളിക്കണമെന്ന് എനിക്കറിയാം. എന്നാലും എന്താ ആന്റി, ഞാൻ പറയുമ്പോ ആന്റി മണിയടിക്കാനൊന്നും വിചാരിക്കരുത്. ഐ എം വെരി ഫ്രാങ്ക്. വിശേഷണങ്ങളൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ വേഗം ചോദിക്കും. എനിക്കല്പം തിരക്കുണ്ട്. ആന്റി, ആന്റിക്ക് തിരക്കുണ്ടെങ്കിൽ പോയി വന്നിട്ടായാലും മതി. എന്താണെങ്കിലും വേഗം പറയൂ. ഇത്രയും വലിയ വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങൾ ഒരു കുറവും കൂടാതെ ഇത്ര ഭംഗിയായി നോക്കിക്കൊണ്ടു പോകാൻ ആന്റിയെ കൊണ്ട് എങ്ങനെ കഴിയുന്നു? അതായത് ആന്റിക്ക് അങ്കിളുടെ കാര്യം നോക്കണം, വീട് വൃത്തിയായി സൂക്ഷിക്കണം, എല്ലാവരും ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇതെല്ലാം പോയിട്ട് ഫിലിം സെൻസറിങ്ങിനും പോകണം. ഇതിനൊക്കെയുള്ള എനർജി ആന്റിക്ക് ഇത് എവിടുന്ന് കിട്ടുന്നു? ഞാൻ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കാറുള്ളൂ, അതുകൊണ്ടാ. എന്റെ മണിയുടെ വലിച്ചില്ലല്ലോ. മതി മോളെ പറിച്ചത്. നീ ഇങ്ങനെ പറിച്ചു പറിച്ച് എന്റെ തല മുട്ടയാക്കും. എനിക്കിങ്ങനെ ആരുടെങ്കിലും നരച്ചുമുടി പറിക്കുന്നതേ എന്തൊരു ഇഷ്ടമാണെന്നോ. ഓ, അപ്പൊ നീ എനിക്ക് വയസ്സായി എന്ന് പറയുക അല്ലേ? എനിക്ക് അത്ര വയസ്സൊന്നും ആയിട്ടില്ല. വീട്ടിൽ ഡാഡിയുടെ മുടി പറിക്കാന്ന് വെച്ചാ ഒരു രക്ഷയില്ല. ഓ, നരച്ച മുടി പറിക്കാൻ നിന്റെ ഡാഡിക്ക് മുടി ഉണ്ടായിട്ട് വേണ്ടേ? ആ, അത് തന്നെ. ഡാഡിയുടെ തലയാണെങ്കിൽ പെർഫെക്റ്റ്ലി ഗുഡ് നൈറ്റ്. അത് ശരിയാ. പത്മാവതി, എന്താ മഞ്ജു നല്ല മിടുക്കിയല്ലേ? എന്താ ഇങ്ങനെ തോന്നാൻ? അല്ല, അവളെ നമ്മുടെ രവിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാലോ? അവനിങ്ങനെ പറഞ്ഞു? ഇല്ലില്ല, അവളെ കണ്ടപ്പോ എനിക്കങ്ങനെ തോന്നി. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അവൻ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന പെണ്ണിന് ഫാഷൻ പീരീഡ് നയിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഇല്ലല്ലോ. അടക്കോ ഒതുക്കോ ഉള്ളൊരു പെണ്ണിനാണ് ഇവിടെ ആവശ്യം. ഇങ്ങനെയുള്ള പെൺകുട്ടികൾ അവരുടെ സ്വന്തം കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ. യൂസ്ലെസ്. വാരോ വാരെന്താ കഴിക്കുന്നേ? ചിക്കനോ? താൻ ആള് കൊള്ളാമല്ലോ. താനല്ലേ പറഞ്ഞത് ഈ വീട്ടിൽ മത്സ്യമാംസം വെക്കത്തില്ലെന്ന്? എന്നിട്ട് താനെന്താ കഴിക്കുന്നേ? ഞാൻ ആന്റിയോടും ചോദിക്കട്ടെ. എന്റെ പൊന്നു ചതിക്കരുത്. ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. അല്ല, ഇതെന്താ വെന്തിങ്ങിയോ? ഇതാരുടെ? എന്റെ. സത്യം പറയണ താനാരാ? പറയാ, ഞാൻ വാര്യരല്ല, സത്യക്രിസ്ത്യാനിയാ. പേര് വക്കച്ചൻ, വീട് നരണം. ക്രിസ്ത്യാനിക്ക് എങ്ങനെ നായർ വീട്ടിൽ ജോലി കിട്ടും? ഒരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ പകല് വെന്തിങ്ങ ഊരി വെച്ച് പൂണൂലിടും. രാത്രി എല്ലാരും ഉറങ്ങി കഴിയുമ്പോ പൂണൂൽ ഊരി വെച്ച് വെന്തിങ്ങ ഇടും. പിള്ളകുട്ടി പരാധീനക്കാരനാണ്. കുഞ്ഞെന്റെ വാര്യരുദ്യോഗം വാരിക്കളയരുത്. ശരി, വക്കച്ചിന് വാര്യരായി തന്നെ വാഴ്ത്താം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. കുഞ്ഞ് പറയണ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. താൻ ഈ രാത്രി ഉണ്ടാക്കുന്ന നോൺ വെജിറ്റേറിയൻ അതൊക്കെ കേൾക്കും. താൻ ഈ രാത്രി ഉണ്ടാക്കുന്ന നോൺ വെജിറ്റേറിയൻ അതിന്റെ ഒരു പങ്ക് എന്റെ റൂമിൽ കൂടി ദിവസം എത്തിക്കണം. എത്തിച്ചോളാം. ശരി, കഴിച്ചോളൂ. കുഞ്ഞേ, എന്താടോ? എന്റെ ചിക്കനും എന്തെങ്കിലും കൊച്ചമ്മ അറിയരുതേ? ഇല്ല. ഹലോ, കണ്ണൂരിൽ നിന്ന് ട്രങ്കോളോ?
ആ കണക്ട് ചെയ്യൂ. ഹലോ, ആരാ? ആ ചേട്ടനാണോ? എന്താ ജയദേവന്റെ വിവാഹം ഈ 15 ഫിക്സ് ചെയ്തിരുന്നോ? വെരി ഗുഡ്. ഇല്ല, അദ്ദേഹത്തിന് എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന് സുഖമില്ലായിരിക്കല്ലേ? ആ, പിള്ളേരെല്ലാരും വരുന്നുണ്ട്. തലേ ദിവസം തന്നെ അയക്കാം. എന്താ? ആ, ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. എന്നാ വെക്കട്ടെ. ശരി. ആരാ മമ്മി? കണ്ണൂരിന്ന് ചേട്ടനാ. ഈ 15-ാം തീയതി ജയദേവന്റെ വിവാഹമാണെന്ന്. അവൻ കുറെ നാളായാലും പെണ്ണ് കാണാൻ തുടങ്ങിയിട്ട്. ആരൊക്കെയാ മമ്മി പോകുന്നത്? ഡാഡി ഞാനും വരുന്നില്ല. നിങ്ങൾ എല്ലാവരും പോയാ മതി. അപ്പോ മമ്മി വരുന്നില്ലേ? ഇല്ല, ഡാഡിക്ക് സുഖമില്ലായിരിക്കുമ്പോ ഞാനെങ്കിലും ഇവിടെ വേണ്ടേ? ആ, പിന്നെ ടിക്കറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തേക്കണം. വെക്കേഷൻ ടൈമാ, റഷ് കാണും. ശരി. നിങ്ങളെല്ലാം എവിടേക്കാ? ഫാക്ടറിയിലേക്ക്. നിങ്ങൾ ഫ്ലാറ്റിലേക്കാണോ? അല്ല, അന്നകത്തേക്ക് പോയിക്കോളൂ. ഞങ്ങൾ പറ്റണോ? ഞങ്ങള് ആ, സുരേഷ്, വൈകുന്നേരം വരുമ്പോ കഴിഞ്ഞ മാസത്തെ ഓഫീസ് അക്കൗണ്ട്സ് എല്ലാം ഒന്ന് കൊണ്ടുവരണം. എനിക്കൊന്ന് വെരിഫൈ ചെയ്യാനാ. അല്ല മമ്മി, ഇന്ന് തന്നെ കൊണ്ട് കാണിക്കണം. ആ, വേണം. അതോടെ ഊണ് വെളിയിൽ തന്നെ. May I come in, sir? യെസ്, കം ഇൻ. മഞ്ജു, ശ്രീദേവി ഇവിടെ ഇല്ല, അപ്പുറത്താണ്. ഞാൻ ചേട്ടനെ കാണാൻ വന്നതാ. ഞാനൊരു കാര്യം പറഞ്ഞാ അത് സ്തുതിഗീതമായി ചേട്ടന് തോന്നരുത്. ഇല്ല, ഈ വീട്ടിൽ ചേട്ടൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഫൂൾസ് ആണ്. അത് കറക്റ്റ്. ആ ചേട്ടാ, നാളത്തെ ദിവസം എന്താണെന്നറിയോ? April 1st, അതായത് വിഡ്ഢികളുടെ ദിവസം. എല്ലാവരും ഫൂളാക്കാൻ വേണ്ടി ഞാനൊരു സൂത്രം ഒപ്പിക്കുന്നുണ്ട്. ചേട്ടനോട് മാത്രം പറയാം. നാളെ ടെറസിൽ ഈ വീട്ടിലെ എല്ലാവരും വരും. അവര് ഫൂളാകുന്ന കാണാൻ ചേട്ടൻ ആരെയും അറിയിക്കാതെ ടെറസിൽ വരണം. രാവിലെ കൃത്യം 10 മണിക്ക്. ഇങ്ങനെ ഓരോരോ വിധികൾ നാളത്തെ ദിവസം അറിയാത്ത ലോകത്ത് ആരെങ്കിലും ഉണ്ടാവും? എവരൊക്കെ എന്റെ പ്രദേശമായിട്ടൊന്നും ജനിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നാളെ കൃത്യം 10 മണിക്ക്. ഓക്കെ, 10 മണിക്ക്. നാളെ രാവിലെ 10 മണിക്ക്. ഇവനൊക്കെ അനുഭവിക്കുന്ന എനിക്കൊന്ന് കാണണം. അല്ല പിന്നെ. അപ്പോ എല്ലാരും വരുമോ? ഉം. അവരെല്ലാരും ഫുൾസ് ആവുന്ന എനിക്കൊന്ന് കാണണം. പക്ഷെ മഞ്ജു, മമ്മി അറിഞ്ഞാൽ? അതിന് ആന്റി നാളെ ഓഫീസിൽ പോകും. അടുത്ത റിലീസ് ചെയ്യാനുള്ള 2-3 പടങ്ങളുടെ സെൻസറിങ്ങിന് പോകണമെന്നാ പറഞ്ഞത്. അപ്പൊ രാജേട്ടാ, നാളെ രാവിലെ കൃത്യം 10 മണിക്ക്. ഓക്കെ? ഓക്കെ. ഇല്ലില്ല, ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല. എന്നെ തട്ടിക്കാൻ നോക്കണ്ട. എനിക്ക് അപ്പോഴേ അറിയാം ഞാൻ പറഞ്ഞ രവി വിശ്വസിക്കില്ലെന്ന്. എന്നാലും പറയാമെന്ന് കരുതി. കാരണം നമ്മൾ രണ്ടുപേരും ഒന്നല്ലേ? ഈ വീട്ടിൽ ഇത്ര ഇന്റലിജന്റും ഹാൻഡ്സം ആയിട്ടുള്ള ഒരാൾ രവി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഞാൻ വലയിൽ വീണുപോയത്. താങ്ക്സ് ഫോർ യുവർ കോംപ്ലിമെന്റ്. അപ്പൊ നാളെ രാവിലെ 10 മണിക്ക് എല്ലാവരും ടെറസിൽ വരും. വരുമല്ലോ? തീർച്ചയായും. ചേടാ, എന്റെ മക്കളെല്ലാം ഇത്രയും മണ്ടന്മാരായി പോയല്ലോ. ഞാൻ ഇവരെ ഇത്രയും കാശ് ചെലവാക്കി പഠിപ്പിച്ചിട്ട് എന്തുവാ പ്രയോജനം? ഒരു ശക്കലും കോമൺ സെൻസ് ഇല്ലാതായി പോയല്ലോ. അങ്കിൾ, ഞാൻ പറഞ്ഞതുപോലെ നാളെ 10 മണിക്ക് എത്തണം. ചേച്ചി, കാര്യമൊക്കെ കൊള്ളാം. മമ്മി അറിഞ്ഞാൽ സ്ഥിതി എന്താണെന്ന് അറിയാല്ലേ? അവസാനം ചേച്ചിയും കൂടെ കാലു മാറി കഴിഞ്ഞാൽ പിന്നെ എന്റെ അഡ്രസ് പോലും കാണൂല. ഒന്നും സംഭവിക്കില്ല. ഡാൻസ് പഠിപ്പിക്കാനെന്ന് പറഞ്ഞോണ്ടാ ഞാൻ കൂടി നിൽക്കുന്നത്. നിന്റെ ഒരു ഡാൻസ് എന്നെ മമ്മൂട്ടിയായി തരാന്ന് പറഞ്ഞ ഒരു കാര്യം നടന്നില്ല. രണ്ടുപേരുടെ കാര്യം ഞാൻ ഏറ്റു. പക്ഷെ നാളത്തെ കാര്യം ഒരു കുഞ്ഞു പോലെ അറിഞ്ഞു പോരുത്. ചേച്ചി, ആരെയും കാണുന്നില്ലല്ലോ. കരുതോളൊന്നും എത്തിയിട്ടില്ലെന്നാ തോന്നുന്നത്. ആ, വരട്ടെ. ഡാഡി, നീയായിരുന്നു? ഞാൻ കാലത്തെ ഒരല്പ കാറ്റുവെള്ളം വന്നാ. രാവിലെ ഇത്തിരി കാറ്റുള്ളത് നല്ലതാ. അല്ല, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാനിപ്പോ ഇങ്ങനെ. എന്താ രണ്ടുപേരും ഇവിടെ? നീ ഇവിടെ ഇപ്പൊ എന്തിനു വന്നു? ഞാൻ കുറെ ദിവസം ടെറസിന്റെ മുകളിലേക്ക് വന്നിട്ട് ചുമ്മാ ഇവിടെയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി വന്നതാ.